ഈശോ മറിയം യോസേപ്പേ എൻ കൂടെ വരൂ, ഈശോ മറിയം യോസേപ്പേ എൻ ഹൃത്തിൽ വാഴൂ. ഈശോയെ അനുഭവിച്ച ഒരു സംഭവമായിരുന്നു ഇവിടുത്തെ വിശുദ്ധ കുർബാന. ഫസ്റ്റ് തന്നെ വന്നിരുന്ന് എനിക്ക് ഈശോയെ നേരിട്ട് അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ നമ്മള് ലാസ്റ്റ് ചെയ്ത അഭിഷേകം ആ ഒരു പ്രോഗ്രാം, അതിൽ നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഈശോയുടെ ആ ഒരു നമ്മൾ ഈശോയെ എന്ന് വിശ്വസിക്കുന്ന ആ ഒരു ഇതിൽ അരുളിക്കല് തൊടുന്നത് തന്നെ. എനിക്ക് അവിടെ ചെന്ന് തൊട്ടപ്പോ കൈ വിറയ്ക്കുകയാണോ കാല് വിറയ്ക്കുകയാണോ എന്തൊന്നില്ലാത്തൊരു അനുഭൂതിയായിരുന്നു എനിക്കത്. ഞാൻ ആദ്യമായിട്ടാണ്. അപ്പൊ എനിക്കതൊക്കെ വല്ലാത്തൊരു അനുഭവമായിട്ട് മാറി. എനിക്ക് മെയിനായിട്ട് ക്ഷമിക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര ഹൈപ്പർ ടെമ്പറാണ്. എനിക്ക് ചിലൊരു കാര്യം കിട്ടിയാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ തന്നെ ഞാൻ ടെമ്പർ. പക്ഷെ എനിക്കിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി കഴിഞ്ഞാല് അത് ക്ഷമിക്കാനുള്ളൊരു ഇത് അത് ഇവിടുന്നുള്ളൊരു ക്ലാസ്സാണ്. എനിക്ക് മെയിനായിട്ട് ഇവിടുത്തെ ക്ലാസ്സിൽ ഓരോ ഹീലിംഗ് ക്ലാസ്സാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. ഇവിടുത്തെ ഓരോ പ്രൊഫസേഴ്സൊക്കെ വന്നിട്ട് ഓരോ ക്ലാസ്സിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പുതിയൊരു കമ്പനിക്ക് മാറിയതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ വന്നത്. 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞ് പോയിട്ട് 2 വീക്സ് എനിക്ക് ടെർമിനേഷൻ കിട്ടി ആ കമ്പനി. അതിന് ഞാൻ ഒരുപാട് വേദനിച്ചു. അങ്ങനെ ഞാൻ മുന്നേ 2009 പോയതാണ് ദുബായിലെ. ആ കമ്പനിനെ തിരിച്ചു വിളിക്കാൻ 14 വർഷത്തിന് ശേഷം ആ കമ്പനി, അത് വിത്തൗട്ട് ഇന്റർവ്യൂ. അത് ഞാൻ പ്രതീക്ഷിക്കാണ്ട് കൂടുതൽ ഓഫർ. അപ്പൊ ഇവിടെ ഒരു ശക്തി എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര എഫക്റ്റ് ഉണ്ട് നമുക്ക്. ഞാൻ ബൈബിൾ ഇന്നവരെ വായിക്കാൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെ എല്ലാവരും നമ്മൾ ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ കൂടി ഇന്നവരെ വായിച്ചത്. പക്ഷെ ഞാൻ ഇവിടുന്ന് പോയിട്ട് ദുബായിലായാലും ഈവനിങ് വന്നു കഴിഞ്ഞാൽ ഒറ്റ പേപ്പർ ഞാൻ വായിക്കും. ഒറ്റ ഷീറ്റ് കറക്റ്റായിട്ട് വായിച്ചിട്ട് ഞാൻ പോകും. അപ്പൊ അതിൽ ഒരുപാട് എഫക്റ്റ് ഉണ്ട്. നമുക്ക് ഡെയിലി നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനങ്ങളൊക്കെ ഓട്ടോമാറ്റിക് നടക്കും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് 2 ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അബുദാബിയിൽ നിന്ന് വന്നിട്ട് ദുബായിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ അബുദാബിത്തെ ഓഫർ എനിക്ക് സൈൻ ചെയ്യാൻ പേടി. അപ്പൊ സിസ്റ്റർ ചൊവ്വാഴ്ച നമുക്ക് പ്രയർ ഉണ്ടല്ലോ, 9:30 ഒരു പ്രയർ ഉണ്ട് ഓൺലൈനിൽ. അപ്പൊ ആ പ്രയറില് എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ അങ്ങനെ ഒരു പൊസിഷനാണ് തന്നെ. അങ്ങനെ ദുബായ് പള്ളിയിൽ പോകുമ്പോൾ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ പ്രയർ ചെയ്യണം. അപ്പൊ ഞാൻ മാതാവിന്റെ അടുത്ത് കോട്ടയാക്കി നിന്ന് ഞാൻ എന്ത് ചെയ്യണം, അത് സൈൻ ചെയ്യാനുള്ള ഇത് എനിക്ക് ചെയ്യാൻ പറ്റും, ഇത് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു പേടി. അങ്ങനെ സിസ്റ്റർ വിളിച്ചെന്തോ ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇതിന്റെ പേടിയില്ല, എല്ലാവരും പ്രാർത്ഥിക്കുന്നു വന്നു. അപ്പൊ അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചു വന്നു 9:30 പ്രയറില്. അങ്ങനെ ഞാൻ തിരിച്ചു പോയി. ഞാൻ ഒരു 2 ചെറിയ ക്യാൻഡിൽ വെച്ചിട്ടുണ്ട്. ആരും ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ട്. ആരും എല്ലാവരും കാണിച്ചിട്ട് എനിക്ക് പ്രയർ ചെയ്യാൻ ഭയങ്കര ചമ്മല. ഞാൻ ഡോർ ലോക്ക് ചെയ്തു. അങ്ങനെ 2 ക്യാൻഡിൽ വെച്ചിട്ട് കൊന്ത ചെയ്തു. ആദ്യമൊക്കെ ഒരു കൊന്ത ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. അസിസ്റ്റന്റിനെ വിളിച്ച് പറയും മിനിമം 100 ചെല്ലണം. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ആദ്യമൊക്കെ നോക്കാൻ പറയാം സിസ്റ്ററിന്റെ അടുത്ത് ചെല്ലുണ്ട്. പക്ഷെ സിസ്റ്റം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ട്രൈ ചെയ്യണമെന്നാണ് സിസ്റ്റം. ഇപ്പൊ എനിക്ക് കയ്യിൽ നിന്ന് കഴിഞ്ഞാൽ കൊന്ത ഞാൻ ഇപ്പോഴും ഞാൻ ഇത് പറയുന്നില്ല, എവിടേക്ക് പോയാലും എനിക്ക് കൊന്ത വേണം. ഭയങ്കര ഒരു എഫക്റ്റാണ് ശരിക്കും. അത് കൊന്ത കയ്യിൽ എടുക്കുമ്പോൾ നമുക്കൊരു ശക്തിയാണ് സത്യം പറഞ്ഞാൽ. അതിങ്ങനെ പ്രയർ ചെയ്യും. പിന്നെ ഇപ്പം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകും. നമുക്ക് ചെല്ലാനായിട്ട് നല്ല ഈസി ആയിട്ട് പോകും. അത്ര ബുദ്ധിമുട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഒരു 10:30 11 o'clock കഴിഞ്ഞു പോകും. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് മെയിൽ നോക്കിയതാണ്. അന്ന് 5:30 പ്രോസ്പെക്ട് എന്നൊരു കമ്പനി, നല്ല കുഴപ്പമില്ലാത്തൊരു കമ്പനിയാണ്. ഞാൻ അവിടെ വർക്ക് ചെയ്തതാണ് 2009 മുതൽ 12 വരെ. ബുർജ് ഖലീഫയുടെ ഫുള്ള് വർക്ക് നമ്മളെ ചെയ്തത് 300 മില്യൺ. ആ കമ്പനി തിരിച്ചു വിളിക്കുകയാണ്. അപ്പൊ ഞാൻ ഓപ്പറേഷൻ മാനേജറിന് ഞാൻ മെസ്സേജ് അയക്കുകയാണ്, സാറേ താങ്ക്സ് എന്നോട് കണ്ടോ, എനിക്കല്ല താങ്ക്സ്, ദൈവം ഇടപെട്ടിട്ടുള്ളതാണ്. അതൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ ശരിക്കും ഞാൻ എല്ലാവർക്കും 12 മണിക്ക് മെസ്സേജ് അയച്ചിരുന്ന ഒരാളാണ്. സിസ്റ്ററിനാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. പക്ഷെ ഇത് ശരിക്കും വിടില്ല. എനിക്ക് മനസ്സിലായി. എന്നുവെച്ചിട്ട് ഞാൻ വിശ്വസിക്കാൻ കാരണം എൻ്റെ കളിയാണ്. ഷിപ്പിലെ ക്യാപ്റ്റനാണ് ആള്. ഇങ്ങനെയൊന്നും വിശ്വസിക്കുന്ന ആളല്ല. ഞങ്ങളും സിസ്റ്ററിനായിട്ട് പടക്കായിരുന്നു ഒരു 7-8 വർഷത്തോളം. പിന്നെ ഇതേമാതിരി ദുബായ് പള്ളിയിലിരിക്കുമ്പോൾ കപ്പിച്ചിന് അച്ഛൻ വന്നിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല, അച്ഛനോട് സിസ്റ്ററിനായിട്ട് പടക്കാനല്ലേ, എന്തിനങ്ങനെ നിൽക്കണം, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എനിക്ക് അച്ഛൻ പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ സിസ്റ്ററിനെ വിളിച്ചു. അങ്ങനെ ഇപ്പൊ നമ്മൾ ഭയങ്കര ക്ലോസ് ആകാനായിട്ടും ഇങ്ങനെ ഒരു ഇഷ്യൂ ഞങ്ങളെ കണ്ടപ്പോൾ എൻ്റെ അളിയൻ പറഞ്ഞത് ഇത് നമ്മുടെ കയ്യിലല്ല തന്നെ. ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത്, എൻ്റെ പെങ്ങളുടെ അടുത്ത് പറഞ്ഞു സിസ്റ്ററിൻ്റെ നമ്പർ കൊടുത്ത് പെട്ടെന്ന് ഒരു ക്ലാസ് വേണം. എന്നോട് പറഞ്ഞു ഈ ക്ലാസ് കൂടിയിട്ട് നിനക്കൊരു മാറ്റമില്ലായിരിക്കും, അത് നീ ഒരിക്കലും പറയില്ല, അന്ന് ഞാൻ ഈ പിടിയാൻ കയറില്ല, അങ്ങനെ പറഞ്ഞോളൂ. അങ്ങനെ ഒരു ഇതായിട്ട് എന്നോട് പറഞ്ഞാൽ നിനക്ക് അത്ര ഫീൽ ചെയ്യും എന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ക്ലാസ് ആദ്യ ദിവസം ഭയങ്കര ബോറിങ്. അങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അത്രയും വളക്കിലാണ് നിങ്ങൾക്ക് വരെ വന്നതുള്ളൂ. 2 സെപ്പറേറ്റ് ആയ മാതിരി വന്നത്. ഇവിടെ വീട്ടിൽ നിന്ന്
പേടിച്ചു പോയി. എൻ്റെ പപ്പയടക്കം ശരിക്കും പകർന്നു പോയി. ഞാൻ ഒരു മോനുള്ളൂ, എൻ്റെ പെങ്ങള് ഉണ്ട്, അവളെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികൾ. ഈ ഒരു അനുഭവം പപ്പയ്ക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ആള് വരികയാണ്, ഞാൻ ഞെട്ടിപ്പോയി, എൻ്റെ അമ്മയാണ് ഞെട്ടിപ്പോയി. പക്ഷെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായാല് എൻ്റെ പപ്പയ്ക്ക് അടക്കം മാറ്റുന്നുണ്ട്. ഇത് ഇപ്പോ ആള് പെൻഡിങ് ഒക്കെ ഇട്ട് എല്ലാ ദിവസവും പണിയിൽ പോകണം, അങ്ങനെ ഇതായി. ഒന്നും സംസാരമൊന്നുമില്ല, ഭയങ്കര സൈലന്റ് ആയി വീട്ടിൽ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഇന്നലെ എനിക്ക് രാവിലെ വിസി വന്നു, 1 വേ ടിക്കറ്റ് അവർ കംപ്ലീറ്റ് ഫ്രീ ആയിട്ട്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇത് ഇങ്ങനെ നോട്ട് എനിക്ക് കൊണ്ടുപോകണം. ഞാനിപ്പോ ഇങ്ങനെ കൃപാസന മാതാവിന്റെ അവിടേക്ക് ഞാൻ നേർന്നുണ്ടായിരുന്നു. കിട്ടി കഴിഞ്ഞാല് എനിക്ക് എന്താ വെച്ചാൽ നാളെ പോകണം, മറ്റന്നാൾ പോവാണ്. ഒറ്റ പ്രാവശ്യം എനിക്ക് അവിടെ നിന്ന് പോയിട്ട് തിരിച്ചു വരണം. അപ്പൊ നാളെ കുട്ടികൾക്ക് ഓഫായ കാരണം വൈഫ് ലീവ് എടുത്തു. അങ്ങനെ ഞാൻ പോണ വഴിക്ക് ഞാൻ ശീതളടുത്ത് പറഞ്ഞാണ് നമുക്കൊന്ന് സിസ്റ്റം കണ്ടിട്ട് പോകാം. അപ്പോൾ എനിക്ക് വഴി കറക്റ്റ് അറിയില്ല, എന്നാലും ഇവിടെ വന്ന് അങ്ങനെ വന്ന് ലോക്ക് ചെയ്തപ്പോൾ കയറി സിസ്റ്റം കാണാൻ പറ്റിയ വലിയൊരു സന്തോഷം എല്ലാവരും കണ്ടതില്. പക്ഷെ എനിക്ക് ശരിക്കും ഇങ്ങനെ സംസാരിക്കാൻ അറിയില്ല. ഞാൻ പാട്ട് പാടും, കോയലൊന്നും പാടാൻ എനിക്ക് പേടിയില്ല. ഞാൻ ആ കാര്യത്തിൽ പക്ഷെ സംസാരിക്കാൻ എനിക്ക് അറിയില്ല, എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇത് വലിയൊരു അനുഭവമാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയത്. അത് ഞാൻ ഓപ്പണായി പറയാം. ഭയങ്കര മാറ്റം. എല്ലാവരും ഞങ്ങൾ 2 കുടുംബം, അതായത് വൈഫിന്റെ കുടുംബം, എൻ്റെ വീട്ടിലും 2 പേരും ഭയങ്കര സൈലന്റ്, ഭയങ്കര മാറ്റമായി. മറ്റേത് അവർ ശരിയല്ല, ആർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു ഞങ്ങൾ 2 ഫാമിലി. ഞാനല്ല, ഞാൻ കേട്ട് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ശരിക്കും ഇവിടെ ഒറ്റ വിഷമങ്ങളും ഞാൻ കേൾക്കാറില്ലായിരുന്നു. എല്ലാത്തിനും ഞാൻ പപ്പ ഓക്കെ പപ്പ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കെയർ കൊടുത്തിരുന്നില്ല. പക്ഷെ ഈ ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് കുട്ടികൾക്ക് സെപ്പറേറ്റ് ക്ലാസ്, പാരൻസിന് സെപ്പറേറ്റ്, ഓരോരുത്തർക്കും ആ കൗൺസിലിംഗ് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. സിസ്റ്റർ ശരിക്കും അപ്പോഴും സിസ്റ്റർ പറഞ്ഞത്, സിസ്റ്റർ ഞങ്ങളല്ല, ദൈവമാണ് ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷെ ഇത്രയും അനുഭവം എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയുന്നില്ല. ഇവരുടെ അനുഭവം കൂടി കേൾക്കാം. എനിക്ക് പറഞ്ഞ പോലെ പറയാനൊന്നും അറിയില്ല. പക്ഷെ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ഓരോ നിമിഷവും നിങ്ങൾക്ക് നാളെ ജീവിതത്തിൽ അത് ആവശ്യം വരും. ഈശോ മറിയം യോസേപ്പേ എൻ കൂടെ വരൂ, ഈശോ മറിയം യോസേപ്പേ എൻ ഹൃത്തിൽ വാഴൂ.